You are watching TV Next. ജയ ജുവല്ലറി കാരക്കോണം. ഞങ്ങളുടെ ജുവല്ലറിയിൽ നിന്നും 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ നൽകുന്നു. പ്രൊപ്പറേറ്റർ NS ജയഹർ. ജയ ജുവല്ലറി കാരക്കോണം. 10 vibrant years of trust, technology and togetherness. From smartphones to smart service, we have grown with you. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ കരക്കോണമാണ്. അപ്പോൾ for more details contact us today. Opening shortly in പാറശാല. നമ്മുടെ കുന്നത്താൽ പഞ്ചായത്തിൽ നമ്മുടെ കൊട്ടുകോണം വാർഡിൽ നിന്ന് ജയിച്ചിരിക്കുകയാണ്. ഈ ഒരു അഭിമാന നിമിഷമാണ്. എന്ത് തോന്നുന്നു? ഈ ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഈ വാർഡിലുള്ള 1600ഓളം വോട്ടർമാരുണ്ട്. അവരെല്ലാം എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അത്രയും ആത്മാർത്ഥമായി എനിക്ക് വോട്ട് ചെയ്ത് വൻഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ഈ കൊട്ടുകോണം വാർഡിലെ ജനങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്ര അത്രയും സ്നേഹത്തോടുകൂടി അവരെന്നെ നെഞ്ചിലോട് ചേർത്ത് പിടിച്ചു. അവരോടൊപ്പം എന്നും ഈ 5 വർഷമല്ല എല്ലാ കാലത്തിലും അവരോടൊപ്പം ഞാൻ ഉണ്ടാവും. അവരേത് വിഷയത്തിനും ഏത് സമയം വിളിച്ചാലും അവരോടൊപ്പം ഉണ്ടാവും. എന്ത് വിഷയത്തിനും അവരോടൊപ്പം ഞാൻ ഉണ്ടാവും. എനിക്ക് ചെയ്ത ആ ഒരു വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അതിന് നന്ദി എത്ര പറഞ്ഞാലും തീരൂല. അതോടൊപ്പം എൻ്റെ സഹപ്രവർത്തകർ എന്നോടൊപ്പം രാപകലില്ലാതെ ഓടി നടന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച അവരോട് നന്ദി പറഞ്ഞാൽ തീരില്ല. ഈ നാട്ടിലെ ജനങ്ങളോട് നന്ദി പറഞ്ഞാൽ തീരില്ല. 45 വർഷമായി ഈ വാർഡിൽ നമുക്ക് ഭരണം UDFൻ്റെ ഒരു മെമ്പർ ജയിച്ചിട്ടില്ല. ഇപ്പം വൻ ഭൂരിപക്ഷത്തിൽ 286 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവരെന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. ആ കരുതൽ ഞാനെന്നും അവരോട് കടപ്പെട്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നമുക്ക് വലിയ വാഗ്ദാനങ്ങളൊന്നും നൽകാനില്ല. എന്നാലും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അതൊക്കെ ക്രമീകരിക്കാനും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സഹകരിക്കാനൊക്കെ സാർ തയ്യാറാണ്? 100% എന്നാലാവുന്ന. ഞാൻ കഴിഞ്ഞ് 2015-20 വർഷത്തിലും 2005-10 വർഷത്തിലും ചാവടി വാർഡിൽ മെമ്പറായിരുന്നു. ആ സമയത്ത് അവിടുത്തെ ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഒരു ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരെയും അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ ജനങ്ങൾക്കും ഏതെങ്കിലും ഒരു തരത്തിൽ എൻ്റെ സഹായം എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലധികമായി ഈ വാർഡിൽ കോട്ടുകോണം വാർഡിൽ എനിക്ക് അതിലധികമായി പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള ദൈവവിശ്വാസമുണ്ട്. പിന്നെ അവരോടൊപ്പം തന്നെ എന്നും ഉണ്ടാവും. ഒരിക്കലും ഒരു മെമ്പറില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഈ കോട്ടുകോണം വാർഡിൽ ഇനി ഉണ്ടാവില്ല. എല്ലാ സമയവും ആര് എപ്പോഴും വിളിച്ചാലും അവരോടൊപ്പം ഉണ്ടാവാൻ ഞാൻ പരമാവധി ശ്രമിക്കും. അതിനൊരു തർക്കവുമില്ല. ജനങ്ങളാണ് എൻ്റെ മുഖ്യമായ മേലധികാരി. ഞാൻ മെമ്പറായി കഴിഞ്ഞാൽ മെമ്പർ മേളിലും ജനം താഴെയല്ല. ജനമാണ് യജമാനന്മാർ. നമ്മളതിൻ്റെ താഴെയാണ്. നമ്മൾ ജനത്തിൻ്റെ താഴെ തന്നെ നിൽക്കും. ജനത്തോടൊപ്പം നിൽക്കും. ജനത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ വികസന പ്രവർത്തനങ്ങളിലും റോഡായാലും വഴിയായാലും എന്നാൽ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. അതിൽ ഈ 5 വർഷവും പരമാവധി ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം ഉണ്ടായി. അതിനോടൊപ്പം തന്നെ നമ്മുടെ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 2020-25 വർഷത്തിൽ 3 മെമ്പർമാരാണ് UDFനുണ്ടായിരുന്നത്. ഇപ്പോൾ 10 മെമ്പർമാർ. അത് ഇവിടുത്തെ ജനം ആഗ്രഹിച്ച ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ 10 മെമ്പർമാർ നമുക്ക് കിട്ടിയത്. ഈ 10 മെമ്പർമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ശക്തി തെളിയിക്കും. ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഉപകാരം ചെയ്യാൻ പറ്റും, എന്ത് നേട്ടം കൊടുക്കാൻ പറ്റും, അത് മാക്സിമം ചെയ്യുക തന്നെ ചെയ്യും. കേരളത്തിലെ ഒരു ഭരണമാറ്റം ജനം ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു അലയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFൻ്റെ വൻ മുന്നേറ്റം. എല്ലാ ആശംസകളും. താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.